ഇന്ത്യയിലെ രാഷ്ട്രീയ പോർമുഖത്തെ ഏറ്റവും വലിയ ചർച്ചാ ബിംബമാണ് ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും എക്കാലത്തെയും വലിയ ചർച്ചാ വിഷയമാണ്. കോൺഗ്രസും BJPയും മറ്റു പ്രധാന പാർട്ടികളെല്ലാം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ആരുടേതാണ് ശരിക്കും അംബേദ്കർ? എന്താണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്? വിവേചനങ്ങൾക്കെതിരെ പോരാടി ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായി മാറിയ ഡോക്ടർ BR അംബേദ്കറിന്റെ ജീവിതവും രാഷ്ട്രീയവും വളരെയേറെ സംഭവബഹുലമായിരുന്നു. സാമൂഹ്യനീതി അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ നിലകൊള്ളുന്ന ജാതീയ വ്യവസ്ഥയ്ക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള അധികാര കൈമാറ്റം സമരത്തിന്റെ അജണ്ടയായി കൊണ്ട് നടന്നപ്പോൾ അംബേദ്കർ ആകട്ടെ ഇന്ത്യയുടെ സാമൂഹ്യ വ്യവസ്ഥയിലുള്ള മാറ്റമാണ് പ്രധാന ലക്ഷ്യമായി കൊണ്ടു നടന്നത്. ഈ ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരത്തെ നയിച്ചതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ അംബേദ്കർ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാം പട്ടമേശ സമ്മേളനത്തിൽ ബ്രിട്ടീഷുകാരുമായി നടത്തിയ ചർച്ചയുടെ പേരിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിന് അദ്ദേഹം പ്രത്യേക ഇലക്ട്രോൾ എന്ന അവകാശം വാങ്ങിയെടുക്കുന്നുണ്ട്. എന്നാൽ ഈ അവകാശത്തിനെ എതിർത്തുകൊണ്ട് ഗാന്ധിജി മരണം വരെ നിരാഹാരം കടക്കുമെന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അംബേദ്കറിന് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ ഒരു ആവശ്യത്തിൽ നിന്ന് പല നേതാക്കളും പിൻവലിപ്പിക്കുകയാണ് ചെയ്തത്. പിന്നീട് ഒരു ഇന്റർവ്യൂവിൽ ഗാന്ധിജിക്കെതിരെ അംബേദ്കർ അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിക്കുന്നതിൽ പോലും എനിക്ക് എതിർപ്പുണ്ടെന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയ പോർമുഖത്തെ പല രാഷ്ട്രീയ നേതാക്കളുമായി അദ്ദേഹം ആശയപരമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പിന്നോക്ക വിഭാഗത്തിന്റെ മുന്നേറ്റമായിരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ചരിത്രം എടുത്തു നോക്കിയാൽ കോൺഗ്രസ് പല സന്ദർഭങ്ങളിലും അംബേദ്കറുടെ ആവശ്യങ്ങളെ പരിഗണിക്കാതിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നോക്ക ജനത്തിന് വേണ്ടി അദ്ദേഹം മുന്നിൽ വെച്ച ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് അംബേദ്കർ രാജിവെച്ചിട്ട് വരെ പുറത്തു പോകുന്നുണ്ട്. എന്നാൽ ഇന്ന് പാർലമെന്റിൽ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അംബേദ്കർ എന്ന് നിരന്തരമായി കോൺഗ്രസ് പറയുന്നത് അവർ ചരിത്രത്തിൽ അംബേദ്കറോട് ചെയ്ത പരിഗണനയില്ലായ്മക്കുള്ള പ്രായശ്ചിത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നിരുന്നാലും അംബേദ്കർ ഉയർത്തിപ്പിടിച്ച ആശയവും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ജനവിഭാഗത്തിന്റെ അവകാശത്തിന് വേണ്ടിയും ഒച്ചത്തിൽ സംസാരിക്കുന്ന എത്ര കോൺഗ്രസ് നേതാക്കളുണ്ടെന്നുള്ളത് സംശയം തന്നെയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് BJP ആണ്. സംഘപരിവാർ സ്വപ്നം കാണുന്ന ഹിന്ദു രാഷ്ട്രീയത്തിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ തന്നെയാണ്. എന്നാൽ അംബേദ്കർ ആകട്ടെ ജാതി ഉന്മൂലനത്തിലൂടെ സാമൂഹ്യ മാറ്റം സ്വപ്നം കണ്ട മനുഷ്യനും ജാതി വിവേചനങ്ങൾക്കെതിരെ മനുസ്മൃതി കത്തിച്ച് പ്രതിഷേധിക്കുന്നത് പോലും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആശയപരമായി ഒരു തരത്തിലും യോജിക്കാത്ത അംബേദ്കറിനെ എന്തുകൊണ്ടാണ് BJP സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്? ഇന്ത്യയിലെ മറ്റു രാഷ്ട്രീയ പാർട്ടികളും ഇതേപോലെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മത്സര ഓട്ടം നടത്തുകയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയത്തെ ഉൾക്കൊള്ളാതെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അംബേദ്കറിനെ സ്വന്തമാക്കാൻ കഴിയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു.